ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കേട്ടോ, ഒരു അര വേവിൽ. അതിലേക്ക് ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ വെജിറ്റബിൾ കുറുമ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് മഷ്റൂം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുക്കിംഗ് ക്രീം, കുറച്ച് ഗ്ലാസ് ചീസ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് അതിൻ്റെ ആവശ്യമുള്ളത്. ചെറിയ ഒരു മാഗി ക്യൂബ്സ് വേണം കേട്ടോ, വെജിറ്റബിൾ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. കുറച്ച് ഓയിൽ ഒഴിക്കുക, അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് അതിലൂടെ ഇട്ട് വാട്ടുക. സിമ്പിൾ കുറുമയാണ് കേട്ടോ, സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. നമ്മുടെ അറബിയൊക്കെ കൊടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം ശകലം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം. നല്ലോണം നല്ല ബ്രൗൺ കളറിലൊന്ന് വാടിയെടുക്കുക. വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം, കോൺ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒക്കെ സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഗ്ലാസ് ചീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ക്ലിക്ക് ആവണം കേട്ടോ. കുറച്ച് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ, ക്രീം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറിയും ഗ്രീൻ പീസും നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കുക. ഗ്രീൻ പീസ് ഞാൻ പുഴുങ്ങിയതാണ് കേട്ടോ, ബോട്ടിലുള്ള. മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ക്ലിക്ക് ആവണം കേട്ടോ, ഒന്ന് വെന്ത്. എന്നാൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയാവും. ഏകദേശം നമ്മുടെ കുറുമയൊക്കെ ക്ലിക്കായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വെജിറ്റബിൾ കുറുമ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്.